സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി കസ്റ്റഡിയിലുള്ള രേഖകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചു. രേഖകളുടെ ഒറിജിനൽ വേണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ലോറി ഇടിച്ചതിനെ തുടർന്ന് മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് തകരാറിലായത് 17 മണിക്കൂറോളം. ദുരിതത്തിലായി സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും. ജാതി അധിക്ഷേപം നടത്തിയ ജൂനിയർ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഡോക്ടർ RLV രാമകൃഷ്ണൻ ചൊവ്വാഴ്ച പോലീസിൽ പരാതി നൽകും. കലാമണ്ഡലത്തിൽ ചൊവ്വാഴ്ച വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന മോഹിനിയാട്ടത്തിൽ പങ്കെടുക്കുമെന്നും രാമകൃഷ്ണൻ. ചേലക്കര മണ്ണാത്തിപ്പാറയിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. മണ്ണാത്തിപ്പാറ പ്ലാക്കുഴി വീട്ടിൽ ഷൈനിന്റെ 25ഓളം പൂവൻ വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കുന്നംകുളം ടൗൺ ഹാൾ റോഡിൽ സ്ലാബ് തെന്നിയതിനെ തുടർന്ന് കാനയിലേക്ക് വീണ സ്ത്രീക്ക് പരിക്കേറ്റു. കുന്നംകുളം സ്വദേശിനി ഷൈമയ്ക്കാണ് പരിക്കേറ്റത്. വിശദമായ വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി കസ്റ്റഡിയിലുള്ള രേഖകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചു. രേഖകളുടെ ഒറിജിനൽ ആവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ ആവശ്യം ഉന്നയിച്ച് ക്രൈംബ്രാഞ്ച് നേരത്തെ നൽകിയ ഹർജി PMLA കോടതി തള്ളിയിരുന്നു. കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. ഇത് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട കാര്യമാണെന്നും സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ലെന്നും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ലോറി ഇടിച്ചതിനെ തുടർന്ന് 17 മണിക്കൂറോളം മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് തുറക്കാനാകാതെ അടഞ്ഞുകിടന്നു. ഞായറാഴ്ച രാത്രി 9-നാണ് വരവൂർ ഭാഗത്ത് നിന്ന് മുള്ളൂർക്കരയിലേക്ക് മാങ്ങ കയറ്റി വന്ന ലോറി നിയന്ത്രണം തെറ്റി മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൽ ഇടിച്ചതുമൂലം ഗേറ്റ് തകരാറിലായത്. ഇതേ തുടർന്ന് വാഹനങ്ങൾ വെട്ടിക്കാട്ടിരി വഴിയും അകമല വഴിയുമാണ് തിരിച്ചുവിട്ടത്. ഗേറ്റിന്റെ തകരാർ പരിഹരിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും ദുരിതത്തിലായി. അധ്യാപകർ സ്കൂളിൽ നിന്ന് എത്തിയാണ് വിദ്യാർത്ഥികളെ ഗേറ്റ് കടത്തി വിട്ടിരുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഗേറ്റിന്റെ തകരാർ പരിഹരിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടത്. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൽ ഒരു വാഹനം വന്ന് ഇടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഗേറ്റ് തകരാറിലാവുകയും ചെയ്തു. എന്നാൽ ആ തകരാറിലായ ഗേറ്റ് ഇന്നലെ രാത്രിയും കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 12-1 മണിയുമായി. ഈ സമയം വരെ അതിൻ്റെ തകരാറ് പരിഹരിക്കാതിരിക്കുക കാരണം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ചും പരീക്ഷ നടക്കുന്ന കാലമാണ്. കുട്ടികൾ കൂട്ടമായി പരീക്ഷയ്ക്ക് വന്ന കുട്ടികൾ വാഹനങ്ങളിലും അകൃത്യസമയം പാലിച്ചു വന്ന വാഹനങ്ങൾ ഈ സ്പോട്ടിലെത്തുമ്പോഴാണ് ഈ സംഭവം അറിയുന്നതും വാഹനം നിർത്തി കുട്ടികൾ അടിയന്തരമായി റെയിൽ കടക്കുന്നതിന് മറ്റു മാർഗം തേടുകയും അതും റെയിൽ കടക്കുന്നതിന് ഇപ്പോൾ വേറൊരു താൽക്കാലിക ഒരു ട്രോൾ ചെയ്യുന്ന ഒരു ഗേറ്റും കൂടി അവിടെ വെച്ച കാരണം ആ റെയിലിൻ്റെ അരികിൽ കൂടെ പോകാൻ പറ്റാതെ ഒരു 50 മീറ്ററോളം വളഞ്ഞു തിരിഞ്ഞാണ് കുട്ടികൾ. ജാതീയ അധിക്ഷേപം നടത്തിയ ജൂനിയർ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഡോക്ടർ RLV രാമകൃഷ്ണൻ ചൊവ്വാഴ്ച പോലീസിൽ പരാതി നൽകും. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകുക. അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് തിങ്കളാഴ്ച വൈകിട്ടാണ് പരാതി തയ്യാറാക്കിയത്. ആരുടെയും പേര് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ലെന്ന് സത്യഭാമയുടെ നിലപാട് അംഗീകരിക്കാനാകില്ല. ഇതോടൊപ്പം അവർ പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളും താനുമായി ബന്ധപ്പെട്ടതാണ്. ഇവ രേഖാമൂലം തെളിയിക്കാനാകുമെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. കലാമണ്ഡലത്തിൽ ചൊവ്വാഴ്ച വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന മോഹിനിയാട്ടത്തിൽ പങ്കെടുക്കുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. ചേലക്കര മണ്ണാത്തിപ്പാറയിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. മണ്ണാത്തിപ്പാറ പ്ലാക്കുഴി വീട്ടിൽ ഷൈനിന്റെ 25ഓളം പൂവൻ വാഴകളാണ് നശിപ്പിച്ചത്. കാട്ടാനകൾക്ക് പുറമെ കാട്ടുപന്നികളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണെന്നും കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കർഷകർ പറയുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നതിനാൽ ജനങ്ങൾ ഏറെ ഭീതിയിലാണ്. കാട്ടാന ശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏകദേശം ഒരു 2:30-ക്കും 3:30-ക്കും ഇടയ്ക്കാണ് ആന വന്നത്. ഒരു വലിയ ആനയുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൂടെ കുട്ടികളായിരുന്നു. ഞാൻ കണ്ടില്ല, അതിൻ്റെ സൗണ്ടാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ പറമ്പിൽ കുറച്ച് നിന്നിരുന്ന പൂവൻവാഴകളായിരുന്നു. ഒരു 15ഓളം വാഴകൾ, പിന്നെ കുറച്ച് വാഴയും പോയി. പിന്നെ അത് കൂടാതെ ഒരു 10 വാഴകൾ പോയിട്ടുണ്ട്. ഇതിന് തൊട്ടുമുമ്പ് കപ്പയായിരുന്നു. അത് പന്നിയുടെ ശല്യം നമുക്ക് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ആനയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക്, അതായത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശാശ്വതമായൊരു പരിഹാരം നമ്മുടെ പിന്നെ ഏത് ഇതാണ്, കേന്ദ്രമാണോ കേരളമാണോ എവിടെ നിന്നാണെന്നറിയാം, നമുക്കത് കൃത്യമായിട്ട് നമുക്ക് പരിഹരിച്ചു തരേണ്ടതാണ്. കുന്നംകുളം ടൗൺ ഹാൾ റോഡിൽ പുതുതായി നിർമ്മിച്ച കാനയ്ക്ക് മുകളിലെ സ്ലാബ് തെന്നിയതിനെ തുടർന്ന് കാനയിലേക്ക് വീണ് സ്ത്രീക്ക് പരിക്കേറ്റു. കുന്നംകുളം ചേംബറിലെ ഡെയിലി കളക്ഷൻ ഏജന്റായ ഷൈമയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ലാബ് കൃത്യമായി സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ഈയിടെയാണ് സ്ലാബുകൾ സ്ഥാപിച്ചത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ TN സരസു മത്സരിക്കും.
കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം സ്വദേശിനിയാണ്. BJP ദേശീയ നേതൃത്വമാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ ദീർഘകാലം അധ്യാപികയായിരുന്നു. 2016 മാർച്ചിലാണ് വിരമിച്ചത്. 2019 ഇവർ BJPയിൽ അംഗത്വമെടുത്ത് പൊതുപ്രവർത്തന രംഗത്ത് എത്തുന്നത്. എ ക്ലാസ് മണ്ഡലം പോലെ പ്രധാനമാണ് NDAക്ക് ആലത്തൂർ മണ്ഡലമെന്നും മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ മണ്ഡലത്തിലെ എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും ഡോക്ടർ TN സരസു പറഞ്ഞു. സിറ്റിംഗ് MP രമ്യ ഹരിദാസാണ് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി മന്ത്രി K രാധാകൃഷ്ണൻ മത്സരരംഗത്തെത്തിയതോടെ ആലത്തൂരിൽ ശക്തമായ പോരാട്ടമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ കർഷക തൊഴിലാളി മണലൂർ മണ്ഡലം കൺവെൻഷൻ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. LDF മണലൂർ മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, മണലൂർ മണ്ഡലം ചെയർമാൻ VR മനോജ്, KA വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. ഈ രാജ്യങ്ങൾ പട്ടിണിയിലാകുന്നത് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ചാവക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. മണത്തല ജുമാ മസ്ജിദ്, താലൂക്ക് ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. കോടതി വളപ്പിലെത്തിയ മുരളീധരനെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് തേർലി അശോകൻ ഷാൾ അണിയിച്ചു. സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിവിടങ്ങളിലെ ജീവനക്കാരോടും അഭിഭാഷകരോടും വോട്ട് അഭ്യർത്ഥിച്ചാണ് മുരളീധരൻ മടങ്ങിയത്. NDA നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ BJP ദേശീയ കൗൺസിൽ അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു. NDA തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പുഷ്പഹാരം ചാർത്തി സ്വീകരിച്ചു. NDA തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളുടെ ഓഡിയോ ലോഞ്ചിംഗ് സുരേഷ് ഗോപി നിർവഹിച്ചു. NDA നാട്ടിക നിയോജക മണ്ഡലം പ്രഭാരി PK ബാബു അധ്യക്ഷനായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ കുന്നംകുളം മേഖലയിൽ പര്യടനം നടത്തി. വിവിധ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. കുന്നംകുളം മേഖലയിലെ കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ സഹപ്രവർത്തകരോടൊപ്പം ആദ്യ സന്ദർശനം നടത്തിയത്. AC മൊയ്തീൻ MLA, ഇടതുമുന്നണി നേതാക്കളായ MN സത്യൻ, PG ജയപ്രകാശ്, KA അസീസ്, JK ജിന്നി, PM സുരേഷ് കുമാർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കുന്നംകുളം സൗത്ത് മേഖലയിലെത്തിയ സ്ഥാനാർത്ഥി ഇഞ്ചിക്കുന്ന് ജമാഅത്തെ പള്ളി, ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. NDA ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. ചമക്കല രാജീവ് റോഡ് ബീച്ചിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. ചന്ദ്രാപിന്നി സെന്റർ, CV സെന്റർ, പുളിഞ്ചോട്, എടത്തിരുത്തി, കയ്പമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലും പര്യടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ, ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ, ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കടങ്ങോട് മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം EP കമറുദ്ദീൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഷറഫു പന്നിത്തടം അധ്യക്ഷനായിരുന്നു. UDF ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ കൺവീനർ KC മൊയ്തൂട്ടി, നേതാക്കളായ അനിൽ, TK ശിവശങ്കരൻ, K ജയശങ്കർ, സ്വപ്ന രാമചന്ദ്രൻ, അക്ബർ അലി, സലാം വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലൂർ കല്ലൂർ റോഡിൽ പൊതുസ്ഥലത്ത് സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡ് നീക്കം ചെയ്തു. ആലയങ്ങാട്, കല്ലൂർ എന്നിവിടങ്ങളിലുള്ള വൈദ്യുതി തൂണുകളിലും പൊതു ഇടങ്ങളിലും പതിച്ച സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും കൊടിത്തോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളുമാണ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തത്. വൈദ്യുതി തൂണുകളിൽ പതിച്ച പോസ്റ്ററുകളിൽ ഗ്രീസ് പുരട്ടി കറുപ്പിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ക്വാഡിന്റെ നടപടി. അനധികൃതമായി സ്ഥാപിച്ച സാമഗ്രികൾ നീക്കം ചെയ്യുന്നതിനുള്ള ചിലവ് അതാത് കക്ഷികളിൽ നിന്ന് ഈടാക്കുന്നതിനും ലംഘനങ്ങൾക്ക് 35,000 രൂപ വരെ പിഴ ചുമത്താനും തുടങ്ങിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അളഗപ്പനഗർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിൽ വോട്ട് അഭ്യർത്ഥിച്ച് K മുരളീധരൻ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനം തുടങ്ങിയത്. തുടർന്ന് വരാക്കര ഇൻഫന്റ് ജീസസ് ചർച്ച്, വരാക്കര കൃപാഭവൻ എന്നിവിടങ്ങളിലെത്തി ലീഡർ K കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച പരമേശ്വരനെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. വരാക്കര സെന്റ് ആന്റണീസ് ചർച്ച്, വെണ്ടൂർ സെന്റ് മേരീസ് ചർച്ച് എന്നിവിടങ്ങളിലും മുരളീധരൻ സന്ദർശനം നടത്തി. ആർച്ച് ബിഷപ്പ് ഡോക്ടർ റാഫി മഞ്ഞളിയെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. വരന്തരപ്പള്ളി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും മുരളീധരൻ നിർവഹിച്ചു.
പോളിംഗ് ബൂത്തുകളിലെ ക്രമീകരണങ്ങൾക്കും മാറ്റത്തിന്റെ കാറ്റ് കടന്നു വന്നപ്പോൾ വോട്ടിംഗ് മെഷീനുകളിൽ നിന്ന് ഉയരുന്ന ബീപ് ശബ്ദത്തിന് കാതോർക്കുകയാണ് വർത്തമാന കാലഘട്ടത്തിൽ വോട്ടർമാർ. എന്നാൽ തെക്കുംകര വാഴാനി വിഷ്ണുമായ ക്ഷേത്രം മഠാധിപതി കൂടിയായ TV സുരേഷിന്റെ കയ്യിലൊരു പഴയ വോട്ടർ പെട്ടിയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഒട്ടേറെ ചരിത്ര കഥകൾ പറയുന്ന പൊന്നുപോലൊരു ബാലറ്റ് പെട്ടി. പൂർവികമായി കൈമാറിക്കെട്ടിയ പഴയ തലമുറയിലെ ബാലറ്റ് പെട്ടി ഇന്നും നിധി പോലെ കാത്തുസൂക്ഷിക്കുകയാണ് സുരേഷ്. പിതാവ് വേലുവാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ പെട്ടി സുരേഷിന് കൈമാറിയത്. 2001 വേലു മരണമടഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരുന്ന പിതാവിന്റെ ഓർമ്മകളും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പഴമയുടെ ഗന്ധവുമുള്ള പെട്ടി സുരേഷിന് ഏറെ പ്രിയപ്പെട്ടതാണ്. താൻ ജനിക്കുന്നതിനും എത്രയോ മുൻപ് രൂപം കൊണ്ട ഏറെ പ്രായമുള്ള അപ്പൂപ്പൻ പെട്ടിയാണ് ഇതെന്ന് ഇദ്ദേഹം പറയുന്നു. പഴയ കാലത്തെ ഒട്ടും പെട്ടിയാണ്. ഇത് അച്ഛൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിക്കുന്നു. വളരെ ഭംഗിയോടുകൂടി സൂക്ഷിക്കുന്നു. ഇലക്ഷനൊക്കെ വരുമ്പോൾ ആ പെട്ടീനെ ഓർമ്മ വരും. 1957 കാലഘട്ടത്തിൽ പൂർണ്ണമായും മരത്തിൽ തീർത്ത ബാലറ്റ് പെട്ടി പുതുതലമുറയ്ക്ക് ഏറെ കൗതുകമുണർത്തുന്നതാണ്. ആധുനിക യുഗത്തിൽ ഉള്ളതിനേക്കാൾ എത്ര ശ്രമകരമായിരുന്നു പഴയ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വോട്ട് പെട്ടി. കാലപ്പഴക്കം മൂലം പെട്ടി നശിക്കാതിരിക്കാൻ ചെറിയ മിനുക്ക് പണികൾ നടത്തിയിട്ടുണ്ട്. പെട്ടിക്കൊപ്പം അച്ഛൻ പറഞ്ഞു തന്ന അത്ര തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തെരഞ്ഞെടുപ്പ് കാല ഓർമ്മകളും മനസ്സിൽ സൂക്ഷിക്കുകയാണ് സുരേഷ്. പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ പഴമയുടെ കഥകളുമായി വാടാനിയിലെ വോട്ട് പെട്ടിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ശ്രദ്ധ നേടുകയാണ്. TCV വടക്കാഞ്ചേരി. എടക്കുന്നി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്രം വിളക്ക് ആഘോഷിച്ചു. ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഉല്ലൂർ സെന്ററിൽ നിന്ന് പഞ്ചവാദ്യത്തോടെ നടന്ന എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ നടന്ന പഞ്ചാരി മേളത്തിന് 150ഓളം കലാകാരന്മാർ അണിനിരന്നു. 4 മണിക്കൂർ ദൈർഘ്യമുള്ള എടക്കുന്നി പഞ്ചാരി ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ചക്കംകുളങ്ങര ശാസ്താവ്, ചിറ്റിച്ചാത്തക്കുളം ശാസ്താവ്, നാങ്കുളം ശാസ്താവ്, തൈക്കാട്ടുശ്ശേരി ഭഗവതി എന്നിവർ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. ഓർമ്മകളിൽ ഇന്നസെന്റ് എന്ന പേരിൽ ചൊവ്വാഴ്ച ഇരിങ്ങാലക്കുട SNBS സമാജം ഹാളിൽ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് സംഘടക സമിതി ചെയർപേഴ്സണും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ഡോക്ടർ R. ബിന്ദു അറിയിച്ചു. സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ സത്യൻ അന്തിക്കാട്, കമൽ, VK ശ്രീരാമൻ, അശോകൻ ചെരുവിൽ, CBK തോമസ്, പ്രേംലാൽ, ഗായത്രി വർഷ, സിജി പ്രദീപ് എന്നിവർ പങ്കെടുക്കും. പ്രഭാഷണങ്ങൾ, വീഡിയോ പ്രദർശനം എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും. ഇന്നസെന്റിന് സ്മാരകമായി ബോയ്സ് സ്കൂളിൽ ഓഡിറ്റോറിയവും നഗരത്തിൽ സാംസ്കാരിക സമുച്ചയവും ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചാലക്കുടി പരിയാരത്ത് ഗൃഹനാഥന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ആരോപണം. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പരിശോധനയ്ക്കെത്തി. പരിയാരം തവളപ്പാറ പോട്ടോക്കാരൻ പൗലോസിന്റെ മകൻ 54 വയസ്സുള്ള വർഗീസിന്റെ മരണത്തിലാണ് ദുരൂഹതയുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് വർഗീസിനെ വീടിനകത്ത് ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. തലയിലും മറ്റുമുണ്ടായ മുറിവുകളിൽ നിന്നും രക്തം വാർന്ന നിലയിലായിരുന്നു. ബന്ധുക്കളെത്തി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച വർഗീസ് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെയാണ് മരിച്ചത്. മകൻ പോളാണ് വീട്ടിലുണ്ടായിരുന്നത്. പരാതി ഉയർന്ന സാഹചര്യത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കോണിയിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്നാണ് ബന്ധുക്കൾ ആശുപത്രിയിൽ പറഞ്ഞത്. എന്നാൽ അസുഖബാധിതനായ വർഗീസിന് കോണി തനിച്ച് കയറാൻ കഴിയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. പോളും പിതാവ് വർഗീസും തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടാകാറുണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു. സബ് കളക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. പുയ്യ വട്ടക്കോട്ട സ്വദേശി കാട്ടാശ്ശേരി വീട്ടിൽ ഷഫീഖിനെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് KN ആശ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. 2016 കേസിനാസ്പദമായ സംഭവം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിന്ന സമയത്ത് സബ് കളക്ടർ എന്ന ബോർഡും നീല ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ച കാറിലെത്തി തഹസിൽദാരുടെ ചേംബറിൽ ഔദ്യോഗിക കസേരയിൽ കയറിയിരുന്ന ഫയലുകൾ തീർപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്നായിരുന്നു കേസ്. സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്ന് കണ്ടാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത്. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ ഹാജരായി. രാത്രികാലത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട വെങ്കിടങ്ങ് കാളിയാമാക്കാലിലെ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് പോലീസിന്റെ കരുതൽ. SSLC, +2 പരീക്ഷകൾ നടക്കുന്ന ദിവസങ്ങളിൽ രാത്രി സമയത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടപ്പോഴാണ് പോലീസ് സഹായവുമായി എത്തിയത്. നാട്ടുകാർ വൈദ്യുതി വകുപ്പ് ജീവനക്കാരെ ഫോണിൽ വിളിച്ച് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട വിവരം അറിയിച്ചെങ്കിലും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളും ജീവനക്കാരും ഇല്ലാതെ വന്ന വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്ക് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ മടങ്ങിപ്പോയി.
പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾ പാവറട്ടി ജനമൈത്രി പോലീസുമായി ബന്ധപ്പെടുകയും വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസും വൈദ്യുതി വകുപ്പ് ജീവനക്കാരും ഒന്നിച്ച് സ്ഥലത്തെത്തുകയും ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുകയുമായിരുന്നു. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്ങാനല്ലൂർ സ്വദേശികളായ ജിഷ്ണു, ജിബിൻ, അനസ്, അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വേല ദിവസം ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് ചേലക്കര തുഴുപ്പാടം റോഡിൽ വെച്ച് വെങ്ങാനല്ലൂർ സ്വദേശിയായ യുവാവിനെ പ്രതികൾ മാരകമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. റംസാൻ ദൈവാനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലമാണെന്നും മനുഷ്യർക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്ക് അനിവാര്യമാണെന്നും വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ പറഞ്ഞു. MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഡോക്ടർ MK സിദ്ദിഖ്, പ്രൊഫസർ KA അബ്ദുൽ വഹാബ് അനുസ്മരണവും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MES കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു. പേ ബസാർ ജുമാ മസ്ജിദ് ഖത്തീബ് റിയാസ് അൽ ഹസനി റംസാൻ സന്ദേശം നൽകി. അരിമ്പൂർ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടി വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ റംസാൻ നോമ്പുതുറ സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് വികസന സമിതി ചെയർമാൻ KR സുകുമാരൻ അധ്യക്ഷനായിരുന്നു. അന്തിക്കാട് മഹൽ പ്രസിഡന്റ് പതിപ്പറമ്പത്ത് അബ്ദുൾ നാസർ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ, വാർഡ് അംഗം സലീജ സന്തോഷ്, ഒളരിക്കര മുസ്ലിം ജുമാ മസ്ജിദ് സെക്രട്ടറി KS അൻവർ, CDPO L രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. ലോക ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് മധ്യകേരളത്തിലെ പ്രമുഖ കണ്ണാശുപത്രിയായ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോക്കോമ ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വെളിച്ചം 2024 എന്ന പേരിൽ തൃശൂർ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ഗ്ലോക്കോമോ ബോധവൽക്കരണ പരിപാടി മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് CEO VS സുധീർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യ അതിഥിയായിരുന്ന മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ GSK വേലു ഓൺലൈനിലൂടെ പങ്കെടുത്ത് സംസാരിച്ചു. അമ്പാടി സ്കാൻ സെന്റർ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ, ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ, ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ, KSOS എഡിറ്റർ ഇൻ ചീഫ് ഡോക്ടർ ലതിക, ടാഗോ സെക്രട്ടറി ഡോക്ടർ ജോണി ജോസഫ്, IMA പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ്, സെക്രട്ടറി ഡോക്ടർ ബേബി തോമസ്, മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ സീനിയർ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ഗ്ലോക്കോമ പ്രചരണ പരിപാടികളെ സമാപനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്, ഇന്റർ കോളേജ് ഡാൻസ് കോമ്പറ്റീഷൻ, പാനൽ ചർച്ച, വിവിധ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. അസാധാരണമായി കണ്ണുകളിലെ മർദ്ദം വർദ്ധിച്ച് ഞരമ്പുകളെ നശിപ്പിച്ച് അന്ധരാക്കുന്ന അപകടകരമായ ഒരു രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. ലോകത്തെ അന്ധതയിലെത്തിക്കുന്ന ഗ്ലോക്കോമ എന്ന ഈ അവസ്ഥയെ മറികടക്കാനും നേരിടാനുമുള്ള അവബോധം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഡോക്ടർ റാണി മേനോനാണ് 9 വർഷം മുൻപ് ആദ്യമായി വെളിച്ചം എന്ന ഗ്ലോക്കോമ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമിട്ടത്. പൂക്കോട് മേടംകുളങ്ങര ക്ഷേത്രത്തിലെ കുടിക്കൽ പൂരം ആഘോഷിച്ചു. കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് പാണ്ഡിമേളത്തോടെ എഴുന്നള്ളിപ്പ്, വിഷ്ണു ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിപ്പ് നടന്നു. തൃക്കൂർ രാജന്മാരാരുടെ പഞ്ചവാദ്യം അകമ്പടിയായി. ദീപാരാധനയ്ക്ക് ശേഷം ശ്രീകാന്ത് മാരാരുടെ അഷ്ടപതിയും അരങ്ങേറി. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭക്തർ ദേവിക്ക് പൊങ്കാലയിട്ടത്. 500-ലധികം ഭക്തർ പൊങ്കാല അർപ്പിക്കാനെത്തിയിരുന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട്, മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിര ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി വീട്ടുമുറ്റ നാടകങ്ങൾക്ക് തുടക്കമായി. സുജിത്ത് ചന്ദ്രശേഖരൻ രചനയും സംവിധാനവും നിർവഹിച്ച ഇന്നു മുതൽ ഇന്നലെ വരെ എന്ന ലഘുനാടകമാണ് വേലൂരിന്റെ വീട്ടുമുറ്റങ്ങൾ അരങ്ങുകളാക്കി അവതരണം നടത്തുന്നത്. വേലൂർ സൗഹൃദ നഗറിലെ വീട്ടുമുറ്റത്താണ് ആദ്യ അവതരണം നടന്നത്. മലയാളികളുടെ ജീവിത കാഴ്ചകൾ നർമ്മം നിറഞ്ഞ അവതരണത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഹർഷാരവത്തോടെയാണ് അവർ നാടകത്തെ ഏറ്റെടുത്തത്. ശ്രീരാമൻ, സുനിൽകുമാർ, സുബി, സുജിത്ത്, ചന്ദ്രശേഖരൻ എന്നിവരാണ് നാടകത്തിലെ അഭിനേതാക്കൾ. അണിയറയിൽ ആർട്ടിസ്റ്റ് കെ മോഹനൻ, അതുൽ കൃഷ്ണൻ എന്നിവർ പ്രവർത്തിച്ചു. ഗ്രാമകം പ്രവർത്തകരായ ജയശ്രീ, സുധീർ, രാജേഷ്, ശകേഷ് എന്നിവർ നേതൃത്വം നൽകി. വേലൂർ വെങ്ങലശ്ശേരി മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് 108 കാഴ്ചപ്പറ സമർപ്പണം നടത്തി. ക്ഷേത്ര നടപ്പുരയിലാണ് കാഴ്ചപ്പറ ഒരുക്കിയത്. പുഷ്പങ്ങൾ, ധാന്യങ്ങൾ, പച്ചക്കറികൾ, നാണയങ്ങൾ, പൂജാദ്രവ്യങ്ങൾ എന്നിവ കൊണ്ടാണ് ഭക്തർ പറ നിറച്ചത്. കാഴ്ചപ്പറ കാണുവാൻ നിരവധി ഭക്തർ ക്ഷേത്ര നടപ്പുരയിൽ എത്തിയിരുന്നു. തൃശൂർ പുല്ലഴി അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പടിഞ്ഞാറേ ദേശം നടത്തിയ ബാൻഡ് മേളം മതസൗഹാർദ്ദത്തിന്റെ ആഘോഷമായി മാറി. ബാൻഡ് മേളം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള കപ്പേളയുടെ മുന്നിൽ എത്തിയപ്പോൾ വിശുദ്ധനോടുള്ള ആദരസൂചകമായി വിശുദ്ധന്റെ ഭക്തിഗാനമാണ് ബാൻഡ് സംഘം പാടിയത്. എടമുട്ടത്ത് വാടക വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപ്പിന്നി സ്വദേശി ഏറാക്കൽ വീട്ടിൽ 66 വയസ്സുള്ള സുവർണനാണ് മരിച്ചത്. കഴിമ്പ്രം ബീച്ച് റോഡിൽ ഹോമിയോ ആശുപത്രിക്ക് സമീപത്തെ വീട്ടിലാണ് സുവർണൻ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. കടുത്ത ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മൃതദേഹത്തിന് 3 ദിവസത്തിലധികം പഴക്കമുണ്ട്. എടമുട്ടം പുളിഞ്ചോട് റോഡിലുള്ള ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു സുവർണൻ. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശവും ഉത്സവവും സമാപിച്ചു. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗണപതി ഭഗവാനെ ഒരാനപ്പുറത്ത് ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രക്കുളത്തിലേക്ക് എഴുന്നള്ളിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം ആറാട്ട് നടന്നു. താലപ്പൊലിയുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിച്ചു. ആറാട്ട് കഴിഞ്ഞെത്തിയ ഭഗവാനെ ഭക്തർ നിറപറയും നിലവിളക്കുമായി സ്വീകരിച്ചു. തുടർന്ന് അവിൽ, മലർ, ശർക്കര, അരി, നെല്ല് എന്നിവ കൊണ്ട് നടക്കൽ പറ നടന്നു. ക്ഷേത്രാങ്കണത്തിൽ കൂട്ടമേളം അരങ്ങേറി. പ്രദക്ഷിണം കഴിഞ്ഞ് താന്ത്രിക വിധിപ്രകാരം കൊടിയിറക്കി. കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ഉത്സവം സമാപിച്ചു. മുല്ലക്കര ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്രം മഹോത്സവത്തോടനുബന്ധിച്ച് സംഗീത ഭാരതി അവതരിപ്പിച്ച ഭക്തിഗാനമേള ഭക്തിസാന്ദ്രമായി. ഗായകരായ സുനിൽകുമാർ, ശശീന്ദ്രൻ, ജയപ്രകാശ്, അംബിക, ബീന മേനോൻ, സോജി, ദിലീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ചേലക്കര പാഞ്ഞാൾ അയ്യപ്പൻകാവ് ഉത്രം വേല ആഘോഷിച്ചു. വാദ്യമേളത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയിൽ നടന്ന വേലാവരവുകൾ വർണ്ണാഭമായി. പടിഞ്ഞാറ്റുമുറി, നടുത്തറ, കാട്ടിൽക്കാവ്, ശ്രീ പുഷ്കരം ദേശങ്ങളിൽ നിന്നാണ് വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ വേല ആഘോഷങ്ങൾ കാവിലേക്ക് എത്തിയത്. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ ED കസ്റ്റഡിയിലുള്ള രേഖകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചു. രേഖകളുടെ ഒറിജിനൽ വേണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ലോറി ഇടിച്ചതിനെ തുടർന്ന് മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് തകരാറിലായത് 17 മണിക്കൂറോളം. ദുരിതത്തിലായി സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും. ജാതി അധിക്ഷേപം നടത്തിയ ജൂനിയർ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഡോക്ടർ RLV രാമകൃഷ്ണൻ ചൊവ്വാഴ്ച പോലീസിൽ പരാതി നൽകും. കലാമണ്ഡലത്തിൽ ചൊവ്വാഴ്ച വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന മോഹിനിയാട്ടത്തിൽ പങ്കെടുക്കുമെന്നും രാമകൃഷ്ണൻ. ചേലക്കര മണ്ണാത്തിപ്പാറയിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. മണ്ണാത്തിപ്പാറ പ്ലാക്കുഴി വീട്ടിൽ ഷൈനിന്റെ 25ഓളം പൂവൻ വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കുന്നംകുളം ടൗൺ ഹാൾ റോഡിൽ സ്ലാബ് തെന്നിയതിനെ തുടർന്ന് കാനയിലേക്ക് വീണ സ്ത്രീക്ക് പരിക്കേറ്റു. കുന്നംകുളം സ്വദേശിനി ഷൈമയ്ക്കാണ് പരിക്കേറ്റത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.